ഉബൈദുല്ലാഹിൽ മുഅയ്യിറ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അബ്ദുല്ലാഹിബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയേക്കാൾ പുഞ്ചിരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം തബസ്സുമ്, പുഞ്ചിരി എന്നുള്ളത് സൽ സ്വഭാവത്തിൽപ്പെട്ടതാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പം മുത്തുനബിയുടെ ജീവിതം തന്നെ തബസ്സുമ്, പുഞ്ചിരിയായിരുന്നു. അട്ടഹസിച്ച് ചിരിക്കാൻ സാധ്യമല്ലല്ലോ. ഞാൻ അതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുത്തുനബിയുടെ പുഞ്ചിരിയെ പറ്റിയിട്ട്. സ്വഹാബത്തിൻ്റെ ഇടയിൽ മുത്തുനബി ഇരിക്കുന്ന സമയത്ത് അവർ ജാഹിലിയ കാലഘട്ടത്തിലെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ട്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം കേൾക്കുമ്പോൾ പുഞ്ചിരിയോടെയായിരുന്നു അതിനെ പ്രതികരിച്ചിരുന്നത്. അപ്പോൾ ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ആ പുഞ്ചിരി ഒരു ധർമ്മമാണല്ലോ. അപ്പോൾ ഒരു നേതാവിൽ നിന്നൊരു പുഞ്ചിരി ലഭിക്കുമ്പോൾ അനുയായികൾക്ക് വളരെ അധികം സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം ഒരു പുഞ്ചിരിയിലൂടെ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ഒരു പുഞ്ചിരി കൊണ്ടോ അല്ലെങ്കിൽ അവനിക്ക് അവൻ്റെ ഹൃദയം സന്തോഷിക്കുന്ന രൂപത്തിൽ വല്ല സ്വതക്ക കൊടുത്തുകൊണ്ടോ പുഞ്ചിരിച്ചുകൊണ്ടോ അവനെ സന്തോഷിപ്പിക്കണമെന്നല്ലേ പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുഞ്ചിരിക്കുക. പുഞ്ചിരി വലിയൊരു ധർമ്മമാണെന്ന് പഠിപ്പിച്ച നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് കൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.